വിശദമായ വാർത്തയിലേക്കാണ്. കാപ്പ കേസിൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന തിരുവനന്തപുരം നഗരസഭ ബിജെപി കൗൺസിലർ ആർ സുഗതനെ ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. സുഗതൻ പ്രതിയായ വധശ്രമ കേസിൽ നെടുമങ്ങാട് കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് സുഗതനെ തലസ്ഥാനത്തെത്തിച്ചത്. സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം കനക്കുന്നതിനിടയിലാണ് സുഗതനെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. അപർണയുണ്ട് വിവരങ്ങളുമായി. അപർണ, എന്തായാലും ഇപ്പോൾ കാപ്പ കേസിലായിരുന്ന നഗരസഭ ബിജെപി കൗൺസിലർ ആർ സുഗതനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ. ദീപ്തി, തിരുവനന്തപുരം നഗരസഭയിൽ ബിജെപി കൗൺസിലറും കാപ്പ കേസ് പ്രതിയുമായ സുഗതൻ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കനക്കുന്നതിനിടയിലാണ് ഇന്ന് സുഗതനെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കുന്നത്. സുഗതനെ ഇന്നലെ തന്നെ വിയ്യൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിരുന്നു. സുഗതൻ പ്രതിയായ വധശ്രമ കേസിൽ നെടുമങ്ങാട് കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ സുഗതൻ ഇന്നലെ തലസ്ഥാനത്ത് എത്തിച്ചത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന സുഗതനെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. 2 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസ് തീരുമാനം. സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് നഗരസഭയിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത്. സുഗതനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മേയർ വി രാജേഷും മറ്റ് ബിജെപി കൗൺസിലർമാരും സ്വീകരിക്കുന്നത് എന്നതാണ് ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം എന്ന് പറയുന്നത്. 2 മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ വട്ടക്കാവ് ക്ഷേത്രോത്സവത്തിനിടയിൽ ഉണ്ടായ സംഘർഷത്തിൽ ഒരാളെ വധിക്കാൻ ശ്രമിച്ച എന്ന കേസിൽ സുഗതൻ പ്രതിയാകുന്നത്. ഇതേ തുടർന്ന് വളരെ നാടകീയമായ രംഗങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ മാസം സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഉതിർത്ത് പോലീസ് സുഗതനെ പിടിക്കുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ യോഗത്തിലും ഈ സുഗതൻ വിഷയവുമായി ബന്ധപ്പെട്ട് UDF BJP കൗൺസിലർമാർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. ഹാർട്ട് രജിസ്റ്ററിനെ ചൊല്ലിയുള്ള പിടിവലിയിലാണ് UDFന്റെ കൗൺസിലർ KS ശബരിനാഥനും BJP കൗൺസിൽ ചെമ്പഴന്തി ഉദയനും തമ്മിൽ ഇത്തരത്തിൽ ഒരു വാക്ക് തർക്കവും പിന്നീട് അതൊരു കയ്യാങ്കളിയിലേക്കും ഒക്കെ കലാശിക്കുന്ന കാര്യത്തിലേക്ക് എത്തിയത്. കാപ്പ കേസിൽ ജയിലിലുള്ള ആർ സുഗതനെ സംരക്ഷിക്കാനുള്ള വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഉദയൻ രജിസ്റ്റർ പിടിച്ചു വാങ്ങിയതെന്നും വനിതാ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്തതുമെന്ന് ആയിരുന്നു UDF പരാതി. ഈ പരാതി UDF പോലീസിൽ അറിയിച്ചിരുന്നു. മ്യൂസിയം പോലീസിൽ അറിയിക്കുകയും തുടർന്ന് BJP കൗൺസിലർമാർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ രജിസ്റ്ററിൽ വെള്ളം ഒഴിക്കാനായിരുന്നു UDF ശ്രമമെന്നാണ് ഇത്തരത്തിൽ മേയർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു കയ്യാങ്കളി എത്തിയത്. അതായത് സുഗതന്റെ രാജിക്കായിട്ടാണ് ഇത്തരത്തിൽ UDF LDF പ്രതിഷേധങ്ങൾ ഇത്തരത്തിൽ നഗരസഭയിൽ നടക്കുന്നത്. ഈ വിഷയം കൗൺസിൽ അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മേയർ അജണ്ടകൾ വേഗത്തിൽ പാസാക്കിക്കൊണ്ട് കൗൺസിൽ യോഗം അവസാനിപ്പിച്ചത് എന്ന ഒരു ആക്ഷേപവും കൂടിയുണ്ട്. എന്തായാലും വളരെ ഏറെ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ച ഒരു കേസ് കൂടിയാണ് കാപ്പ കേസ് പ്രതിയായ സുഗതൻ. 3 കൗൺസിൽ യോഗത്തിൽ തുടർച്ചയായിട്ട് ഹാജരായില്ലെങ്കിൽ ഇത്തരത്തിൽ കൗൺസിൽ പദവി തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 2 കൗൺസിൽ യോഗത്തിലും സുഗതനെ പങ്കെടുക്കാനായിട്ടില്ല. ഇനി നടക്കുന്ന യോഗത്തിൽ സുഗതൻ പങ്കെടുത്തില്ലെങ്കിൽ സുഗതന് കൗൺസിലർ പദവി തന്നെ നഷ്ടമാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. ശരി, വ്യക്തമാണ്. അപർണയാണ് വിവരങ്ങൾ നൽകിയത്.